പുതിനലയും പച്ചമുളകും പിന്നെ നമ്മളെ തക്കാളി തണ്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ട് നല്ല മിക്സിയിലിട്ട് നല്ല അരച്ചത് പേസ്റ്റാക്കി ഇതുപോലെ അങ്ങോട്ട് മാറ്റി നമ്മളെ സവാള ഇതുപോലെ അരിഞ്ഞ് പിന്നെ ചിക്കൻ എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് അത് നല്ല രീതിക്ക് ഇളക്കി നല്ല പച്ച വെള്ളത്തിൽ നല്ല രീതിക്ക് കഴുകി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ തൈര്, പിന്നെ ജിഞ്ചർ ഗാർലിക്ക് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത്, പിന്നെ നാച്ചുറലായിട്ട് നമ്മൾ അരച്ചെടുത്തതിൻ്റെ കൂടെ കുരുമുളകും കൂടെ ഇട്ട് ഇതുപോലെ നമ്മളങ്ങോട്ട് കുഴച്ചെടുത്ത് ഈ പരുവായി നമ്മളതങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അരിയെടുത്ത് അതിൽ ഉപ്പ് അങ്ങോട്ട് വിതറി നമ്മൾ നല്ല പച്ച വെള്ളത്തിൽ നല്ല രീതിക്ക് കഴുകിയത് മാറ്റി വെച്ച് എന്നിട്ട് നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലത്തെ കിടിപിടി ഐറ്റംസ് ഉണ്ടല്ലോ അത് നമ്മൾ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ചരുവെടുത്ത് ഗ്യാസിലോട്ട് വെച്ച് നമ്മൾ നെയ്യ് വെച്ച് പിന്നെ അതിൻ്റെ മേലിൽ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചത് മറ്റേ നേരത്തെ മാറ്റി വെച്ച് അതെല്ലാം കൂടെ ഇട്ട് അതിൻ്റെ മേലിൽ കൂടെ നമ്മൾ സവാള ഇട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കി ഉപ്പ് വിതറി മുളക് നമ്മൾ പച്ചക്കിട്ട് നേരത്തെ വേസ്റ്റാക്കി വെച്ചിരുന്നത് എടുത്ത് അതിൻ്റെ മേലിൽ കൂടെ ഒഴിച്ച് നല്ല രീതിക്ക് നമ്മൾ അതിനെ ഇളക്കി എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒളിച്ചിരുന്ന ചിക്കൻ മസാല നമ്മൾ ആവശ്യത്തിന് അതിനുവേണ്ടി ചേർത്ത് അതും നമ്മളിത് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി പിന്നെ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ എടുത്തത് ഇതുപോലെ ഇട്ട് അതും നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കി പിന്നെ നമ്മളതങ്ങോട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നപ്പോൾ നല്ല മണം വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ മാറ്റി വെച്ച അരി ഉണ്ടല്ലോ അതെടുത്ത് നമ്മുടെ ചരുവത്തിലോട്ടിട്ട് ഇതുപോലെ നല്ല സ്പീഡിലിട്ട് നമ്മൾ ഇളക്കിയിട്ട് വെള്ളം പോലെ നിറഞ്ഞു പിന്നെ തിളപ്പിച്ച് വെള്ളം നമ്മൾ അതിൽ ഒരു 2 കപ്പും കൂടെ ഒഴിച്ചപ്പോൾ സാമ്പാർ വരുവായി നമ്മളൊരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ അടപ്പെടുത്ത് ഇങ്ങോട്ട് അടച്ചു വെച്ച് അപ്പോൾ നമ്മുടെ ഒരു അതിഥി നമ്മളെ വീട്ടിൽ കയറി എന്നിട്ട് പിന്നെ അതിനെ പോയി എടുത്ത് അതിനെ വീട്ടിൽ നിന്ന് തുറന്ന് വിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നപ്പോൾ എന്തൊരു മാറ്റമാണ് നമ്മുടെ ബിരിയാണിക്ക് ഇങ്ങനെ മാറും ഒരു സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ അത് കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നേരം കൂടെ നമ്മൾ അടച്ചു വെച്ചിട്ട് എടുത്തപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി സംഭവം നല്ല സെറ്റായിരുന്നു